ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ടിപ്സ് കറി വേൾഡ്. എന്താ ഇന്ന് ഉണ്ടാക്കുക എന്നായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാ അമ്മമാരുടെയും ചിന്തയല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പറയട്ടെ. എന്നാൽ വേഗം നോക്കാം, വായോ. അതിനായിട്ട് ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് 1/2 കപ്പ്. ക്യാരറ്റ് ഒരെണ്ണം മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് 1-2 സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ലേ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ടിപ്സ് കറി വേൾഡ്. എന്താ ഇന്ന് ഉണ്ടാക്കുക എന്നായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാ അമ്മമാരുടെയും ചിന്തയല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പറയട്ടെ. എന്നാൽ വേഗം നോക്കാം, വായോ. അതിനായിട്ട് ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് 1/2 കപ്പ്. ക്യാരറ്റ് ഒരെണ്ണം മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് 1-2 സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ലേ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.